ഇവർ ഇരുവരും കൂടി പർദിക്കരയിലേക്ക് യാത്ര തിരിച്ചു. പർദിക്കരയിൽ എത്തിച്ചേർന്ന അവർ ഒരു പർദിയോട് സഹായം ചോദിച്ചു. അങ്ങനെ ഏറ്റവും മികച്ച ട്രാക്കറായ ഒരു പർദിയുടെ സഹായത്തോടെ ഇവർ ഈ ചെന്നായുടെ ട്രാക്കുകൾ പിന്തുടർന്ന് മുന്നിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെയുള്ള അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തിനരികിലായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവർ അങ്ങ് അകലെയായി 2 ചെന്നായ്ക്കളെ കണ്ടിരുന്നു. ആ ചെന്നായ്ക്കൾ നടന്നു വരുന്നത് തങ്ങളുടെ നേരെയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ആ ചെന്നായ്ക്കൾ തങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും സമയം കളയാതെ അവർ അടുത്തുണ്ടായിരുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം അവർ അവിടെ കാത്തുനിന്നു. ചെന്നായ്ക്കൾ ദൂരെ നിന്നും നടന്ന് അവരുടെ അരികിലേക്ക് നടന്നടുക്കുന്നത് അവർ കണ്ടു. പെട്ടെന്ന് തന്നെ യാദവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹോംഗാർഡ് ആവേശം മൂത്ത് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ ചാടി എഴുന്നേറ്റ് നടന്നു വന്നുകൊണ്ടിരുന്ന ആ ചെന്നായ്ക്കൾക്ക് നേരെ വെടികുതിർത്തു. എന്നാൽ അദ്ദേഹം കാണിച്ചത് വലിയൊരു അബദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരകൾ ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. അപകടം മണത്ത ചെന്നായ്ക്കൾ പിന്തിരിഞ്ഞ് പുറകിലേക്ക് ഓടി. അതോടെ യാദവിന്റെ പദ്ധതികൾ പാളി. ചെന്നായ്ക്കൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തികഞ്ഞ നിരാശയോടെ യാദവ് അവിടെ നിന്നും അഷ്ടയിലേക്ക് മടങ്ങി. യാദവ് നടത്തിയ ഈ പ്രവൃത്തി ഒരു കാട്ടുതീ പോലെ ഗ്രാമങ്ങളിൽ പടർന്നിരുന്നു. അങ്ങനെ ഖാദി ഗ്രാമത്തിന് പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന മാമ്പഴ കച്ചവടക്കാരനായിരുന്ന അച്ഛൻ മിയാൻ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു. അയാൾ വന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. അടുത്തിടെയായി അദ്ദേഹത്തിന്റെ തോട്ടത്തിലും പരിസര പ്രദേശങ്ങളിലും 2 ചെന്നായ്ക്കളുടെ കാലടയാളങ്ങൾ അദ്ദേഹം കാണുവാൻ ഇടയായി. അതുകൂടാതെ ഒരിക്കൽ അദ്ദേഹം 2 ചെന്നായ്ക്കളെ കണ്ടിരുന്നു എന്ന വിവരവും യാദവനെ അറിയിച്ചു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അച്ഛൻ മിയാൻ എന്നറിയപ്പെടുന്ന അയാളുടെ പക്കൽ ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആടുകളിൽ ആകർഷകരായ ചെന്നായ്ക്കളായിരിക്കണം അയാളുടെ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്നതും അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും. ആട്ടുപറ്റങ്ങളോടുള്ള കൊതിമൂത്ത ചെന്നായ്ക്കൾ അവിടേക്ക് തങ്ങളുടെ താവളം മാറ്റിയെന്ന് യാദവിന് മനസ്സിലായി. പിന്നെ ഒട്ടും വൈകിയില്ല. അച്ഛൻ മിയാനുമായി യാദവ് അവിടേക്ക് പുറപ്പെട്ടു, തന്റെ തോട്ടത്തിലേക്ക്. തന്റെ ആടുകളെ കെട്ടിയിരുന്നതിന്റെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ഒരു ആട്ടിടയന്റെ വേഷത്തിൽ കയറിപ്പറ്റുകയും ആടുകൾക്ക് കാവലിരിക്കുകയും ചെയ്തു. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ട് എങ്ങും പടരുവാൻ ആരംഭിച്ചു. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങുവാനും. എങ്ങും കനത്ത നിശബ്ദത. അങ്ങ് അകലെ നിന്നും എവിടെ നിന്നോ ചെന്നായ്ക്കളുടെ ഊരിയിടലുകൾ നേരിയ ശബ്ദത്തിൽ അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. രാത്രിയിൽ എപ്പോഴെങ്കിലും ചെന്നായ്ക്കൾ ഇവിടേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം കാത്തിരുന്നു. എന്നാൽ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും നിരാശ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അങ്ങനെ നേരം വെളുക്കുവാൻ തുടങ്ങിയ സമയം ആട്ടുംപറ്റങ്ങൾക്കരികിലേക്ക് അതിനെ സമീപിച്ചുകൊണ്ട് ഒരു ചെന്നായി നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അതിപ്പോൾ നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് ആട്ടുംപറ്റങ്ങളെ ലക്ഷ്യമാക്കിയാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. യാദവ് തന്റെ റൈഫിലെടുത്ത് ചെന്നായിയുടെ തലയുടെ നേരെ ചൂണ്ടി. നിമിഷങ്ങൾ കടന്നുപോയി. ചെന്നായി പതിയെ നടന്ന് തോക്കിന്റെ റേഞ്ചിനുള്ളിലേക്ക് വന്ന സമയം യാദവിന്റെ റൈഫിലിന്റെ കാഞ്ചിയിൽ വിരലമർന്നു. ആടുകൾ ഭയത്താൽ ഞെട്ടിവിറച്ചു. ആ വെടിയുടെ ശബ്ദത്തിൽ ചെന്നായിയുടെ തല ചിതറി നിലത്തേക്ക് വീണു. അങ്ങനെ 3ാമത്തെ നരഭോജിയായ ചെന്നായും അവിടെ ചത്തു വീണു. ഇനിയും അവശേഷിക്കുന്നത് ഒരെണ്ണം മാത്രം. അദ്ദേഹം 2-3 ദിവസവും അവിടെ ചെലവഴിച്ചുവെങ്കിലും അയാൾക്ക് അവസാനത്തെ ചെന്നായെ പിടികൂടുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ തികഞ്ഞ നിരാശയോടെ അദ്ദേഹം ഭോപ്പാലിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആ സംഭവത്തിന് ശേഷവും നരവേട്ട തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1986 ജനുവരി 2 ഭോപ്പാലിലേക്ക് പോയ യാദവ് തിരികെ എത്തി. ഇത്തവണ അദ്ദേഹം എത്തിയത് അഷ്ട സന്ദർശിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല. ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ആ നരഭോജിയായ ചെന്നായെ വെടിവെച്ചു കൊല്ലുവാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഹോംഗാർഡായ രാം സിംഗ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ നഖ്വി, അവരെ കൂടാതെ ഒരു ജഡ്ജിയായ സിദ്ദിഖും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അഷ്ടയിൽ എത്തിച്ചേർന്ന അവർ ചെന്നായെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ ആ മസുവിലെ കുന്നുകൾക്കും മുകളിലും മലകൾക്കും മുകളിലും അവനെ കാണാറുണ്ടെന്ന വിവരം അവർ അറിയുവാൻ ഇടയായി. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. അവർ അവിടേക്ക് തിരിച്ചു. അവർ അവിടേക്ക് പോകുമ്പോൾ അവർ അവനെ കെണിവെക്കുവാനുള്ള സാധനങ്ങളും തയ്യാറാക്കിയിരുന്നു. അവനെ പിടിക്കുവാൻ വേണ്ടി ജീവൻ തുടിക്കുന്ന ഒരു കൊച്ചുകുട്ടി എന്ന് തോന്നുന്ന ഒരു പാവയും അതിനെ ധരിപ്പിക്കുവാനുള്ള വസ്ത്രവും കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെ അവർ അംല മസുവിലെ ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ ഒരിടത്ത് അവർ ആ ജീവൻ തുടിക്കുന്ന ആ പാവയെ വെച്ചു, വസ്ത്രം ധരിപ്പിച്ചു, മനുഷ്യന്റെ ഗന്ധം അതിൽ പറ്റിച്ചു. അതിനുശേഷം ആ 4 പേരും 4 ഇടങ്ങളിലായി ഒളിച്ചിരുന്നു. അവർ പതിയിരുന്നത് കുറ്റിക്കാടുകൾക്കിടയിലായിരുന്നു. അവർ ഏതു നിമിഷവും ആ ചെന്നായുടെ വരവ് പ്രതീക്ഷിച്ചാണിരുന്നത്. എന്നാൽ സൂര്യൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. ഇരുട്ട് പടരുവാനും തുടങ്ങി. എന്നിട്ടും ആ ചെന്നായുടെ സാന്നിധ്യം മാത്രം അവർക്ക് അറിയുവാൻ സാധിച്ചില്ല.
അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ആ ഹോം ഗാർഡിന് ഒരാശയം തോന്നിയത്. അദ്ദേഹം ഉച്ചത്തിൽ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞു. അങ്ങനെ അത് കുറെ നേരം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ദൂരെ നിന്ന് എവിടെ നിന്നോ ഒരു ചെന്നായുടെ ഊരിയിടലുകൾ അവർ കേൾക്കുവാനിടയായി. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ ഇപ്പോഴാണ് ആ കുഞ്ഞിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും ഏത് നിമിഷവും ആ ചെന്നായി ഈ കുഞ്ഞിന്റെ അരികിലേക്ക്, ആ പാവയുടെ അരികിലേക്ക് എത്താം. അവർ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. തങ്ങളുടെ റൈഫിലുകൾ തയ്യാറാക്കി അവന്റെ വരവിന് വേണ്ടി അവിടെ കാത്തുനിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു കാണണം. ആ ചെന്നായുടെ കാലടികൾ അവർ കേൾക്കുവാനിടയായി. കരിയിലകൾ ഞെരിഞ്ഞമരുന്നതിന്റെയും ചുള്ളിക്കമ്പുകൾ ഒടിയുന്നതിന്റെയും ശബ്ദമായിരുന്നു അവർ കേട്ടത്. ആ ശബ്ദം ആ പാവയുടെ അരികിലേക്ക് എത്തിയതും അവരുടെ കയ്യിലുണ്ടായിരുന്ന ശക്തിയേറിയ ടോർച്ചിന്റെ പ്രകാശം അതിനു നേരെ തെളിയിച്ചു. ആ ശക്തിയേറിയ പ്രകാശത്തിൽ ചെന്നായി പതറി നിന്ന സമയം ഇരുട്ടിൽ നിന്നും എവിടെ നിന്നു ഇതിന്റെ റൈഫിലിൽ നിന്നും 2 തിരകൾ ഉതിർന്നു. ആ 2 തിരയും ആ ചെന്നായുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. അവൻ നിലത്ത് കിടന്നു പിടഞ്ഞു. അവന്റെ ശരീരത്തിലേക്ക് ആ ശക്തിയേറിയ ടോർച്ചിന്റെ പ്രകാശം കൊണ്ടേയിരുന്നു. അപ്പോൾ അവന്റെ പെടച്ചിലിന് അവസാനം കുറിച്ചുകൊണ്ട് ജഡ്ജിയുടെ റൈഫിലിൽ നിന്നും ഒരു തിര അവന്റെ ചങ്കിൽ തറച്ചു. ചങ്ക് തകർത്തു. അവൻ നിശ്ചലനായി. അങ്ങനെ ആ ചെന്നായ്ക്കൂട്ടത്തിലെ 4 നരഭോജിയായ ചെന്നായ്ക്കളെയും ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചു. അങ്ങനെ അവസാനത്തെ ചെന്നായും മരിച്ചതിന് ശേഷം പിന്നീട് അഷ്ട എന്ന സ്ഥലത്തും അവിടുത്തെ ഗ്രാമങ്ങളിലും ഒരു നരവേട്ടയും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.